കപ്പയും മീനും ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് അച്ഛനും മോനും നല്ല കൊതിയായി. കൂടെ എനിക്കും. എന്നാൽ പിന്നെ നമുക്കൊരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ പോയി കപ്പയും മീനും വാങ്ങി. മീൻ മഞ്ഞപ്പാര എന്ന് പറഞ്ഞൊരു മീനാണ്. നല്ല കപ്പയും കിട്ടി. ഉള്ളിയൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് സബോളയും കൂടെ ഞാൻ കൂടെ അരിഞ്ഞു. പിന്നെ ഒരു മാങ്ങയും എടുത്തു. മാങ്ങ ഭയങ്കര ഇഷ്ടമായി. മീൻ കറിക്കകത്തെ മാങ്ങയെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫിഷ് ഇതാ നല്ല ക്ലീനാക്കിയാണ് കിട്ടിയത്. ഒന്നും കൂടെ വൃത്തിയായിട്ട് കഴുകി എല്ലാം സെറ്റാക്കി പാൻ വെച്ചു. അതിൻ്റെ കൂടെ സൈഡിലൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ കുടംപുളിയും ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ എണ്ണ ഒഴിച്ചു, കടുക് വറുത്തു, ഉലുവ ഇട്ടു, സബോളയും ഉള്ളിയിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മസാലകളെല്ലാം ഇട്ടു, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മറ്റേ നമ്മൾ കലക്കി വെച്ച വെള്ളവും പുളിയുടെ വെള്ളവും ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി. ആവശ്യത്തിനുള്ള ഉപ്പും, എന്നിട്ട് മാങ്ങയും പച്ചമുളകും അപ്പഴായിട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. ഫിഷ് മുങ്ങാനുള്ള വെള്ളമല്ല, അതിൽ കൂടുതൽ വെള്ളം കുറവായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് സെറ്റാക്കി. പിന്നെ കപ്പ വേവിക്കാൻ വെച്ചു. തിളയ്ക്കാറായപ്പോഴത്തേക്കും ഉപ്പിട്ട് വാർത്തു. പിന്നെ അരപ്പിനായിട്ട് ജീരകം, തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി ഒത്തിരി ഉടച്ചില്ല, കാരണം ഇച്ചിരി അതിങ്ങനെ അങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണല്ലോ. പിന്നെ കറിവേപ്പിലയാണ് ഇട്ടത്. കറിവേപ്പിലയ്ക്ക് അത്ര ഭംഗിയില്ല. അങ്ങനെ അത് സെറ്റായി. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തു. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ കപ്പ വേവിച്ചത് റെഡിയായി. ഇനി അടുത്തത് ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ അതൊക്കെ മുളക് പുരട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അടുത്തത് മീൻ വറുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഓൾറെഡി മത്തിയുടെ വറുക്കാനുള്ള മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇതും അതെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ. അതെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ വറുക്കാനായിട്ട് ഇടുവാണ്. അത് എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഞാൻ ഇടും, കാരണം എനിക്ക് ഈ പൊട്ടിത്തെറിക്കുന്നത് പേടിയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫിഷൊക്കെ ഇടും. അങ്ങനെ എല്ലാം സെറ്റായി.